നമസ്കാരം. ഫ്രണ്ടി പ്രസൻസ് EMT ന്യൂസ് ടുഡേ പ്രധാന വാർത്തകൾ. രാജ്യാന്തര വിപണിയിൽ എണ്ണവിലയിലെ വർധനവ് തിരഞ്ഞെടുപ്പിനെ നേരിടാനൊരുങ്ങുന്ന മോദി സർക്കാരിനേറ്റ വലിയ തിരിച്ചടിയാണ്. മെയ് 19 വരെയെങ്കിലും എണ്ണവില പിടിച്ചു നിർത്താൻ സൗദിയുടെ സഹായം തേടിയിരിക്കുകയാണിപ്പോൾ സർക്കാർ. ചൈനയും US-ഉം തമ്മിലുള്ള വ്യാപാര യുദ്ധം അവസാനിക്കുകയാണെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെ രാജ്യാന്തര വിപണിയിൽ ഇന്ധനവില ഉയർന്നതു കാരണം ഇന്ത്യയിൽ 2 രൂപയിലേറെയാണ് ഈയിടെ വർദ്ധിച്ചത്. ഈ പ്രവണത തുടരുകയാണ്. രാജ്യത്താകെ പൊതുതെരഞ്ഞെടുപ്പ് ചൂട് പടർന്ന പശ്ചാത്തലത്തിൽ എരിയുന്ന സർക്കാർ വിരുദ്ധ വികാരത്തിലേക്ക് എണ്ണയൊഴിക്കുന്ന പോലെയാകുമോ ഇന്ധനവിലയുടെ കാര്യമെന്നാണ് മോദി സർക്കാരിന്റെ ആശങ്ക. ഇന്ധനവില വർധന പിടിച്ചുകെട്ടാൻ സഹായിക്കണമെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇപ്പോൾ ഇന്ത്യയിലുള്ള സൗദി എണ്ണ മന്ത്രി ഖാലിദ് അൽ ഫാലിഹിനോട് നേരിട്ട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. ഇന്ധനവില ഉയരുന്നതിലുള്ള ആശങ്ക പങ്കുവച്ചെന്നും വില നിയന്ത്രിക്കാൻ കാര്യമായ സഹായം സൗദി ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചതായും പ്രധാൻ ഒരു ട്വീറ്റിലൂടെ വ്യക്തമാക്കി. ആഗോള ഇന്ധന വിപണിയിൽ സന്തുലിതമായി നിലനിർത്തുന്നതിൽ സൗദിയുടെ സുപ്രധാന പങ്കിനെയും സ്വാധീനത്തെയും എടുത്തു പറഞ്ഞാണ് കേന്ദ്രമന്ത്രി സഹായം തേടിയത്. ഇന്ധനവില വർധനയിലുള്ള ആശങ്ക മന്ത്രി പ്രധാൻ പങ്കുവച്ചതായും പിന്നീട് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. ഇന്ത്യയുടെ ആവശ്യത്തോട് സൗദി എങ്ങനെ പ്രതികരിച്ചുവെന്ന് കുറിപ്പിൽ പരാമർശിക്കുന്നില്ല. ന്യൂസ് ടുഡേ, ന്യൂഡൽഹി. വേനലവധി മുൻനിർത്തി വിമാന കമ്പനികൾ ഗൾഫിലേക്കുള്ള ടിക്കറ്റ് നിരക്കുകൾ കുത്തനെ കൂട്ടുന്നു. ഈ മാസം 25 മുതൽ ഗൾഫ് സെക്ടറുകളിലേക്കുള്ള നിരക്കുകളാണ് വർദ്ധിപ്പിക്കുന്നത്. ഏപ്രിൽ മുതൽ കേരളത്തിലെ സ്കൂളുകൾ അടയ്ക്കുന്നതിനാൽ ഗൾഫിലേക്ക് പോകുന്ന കുടുംബങ്ങളുടെ തിരക്കായിരിക്കും ഈ മാസം. ഇത് മുൻനിർത്തിയാണ് വിമാന കമ്പനികൾ നിരക്ക് വർദ്ധിപ്പിച്ചത്. ദുബായിലേക്ക് 5000 രൂപ വരെയുള്ള നിരക്ക് 18,000 രൂപ വരെ നൽകേണ്ട അവസ്ഥയാണ്. ഷാർജ, അബുദാബി മേഖലയിലേക്കും നിലവിലെ നിരക്കിന്റെ 3 ഇരട്ടി നൽകണം. ജിദ്ദയിലേക്ക് നിലവിൽ 15,500 രൂപയ്ക്ക് ലഭിക്കുന്ന നിരക്ക് 26,000 രൂപയായി ഉയർത്തി. റിയാദിലേക്ക് 12,400 രൂപയിൽ നിന്ന് 24,000 രൂപയിലേക്കും ദമാമിലേക്ക് 22,000 രൂപയായും ഉയർന്നു. ദോഹ, കുവൈത്ത്, ബഹ്റൈൻ, ഖത്തർ എന്നിവിടങ്ങളിലേക്കും നിലവിലെ നിരക്കിനേക്കാളും 5,000 മുതൽ 10,000 വരെ വർധനവ് വരുത്തിയിട്ടുണ്ട്. അതിനിടെ ഗൾഫിൽ നിന്നുള്ള നിരക്കും ഏപ്രിൽ മധ്യത്തോടെ വർദ്ധിക്കും. റമദാൻ മെയ്യിൽ ആരംഭിക്കുന്നതിനാൽ ഗൾഫിൽ നിന്നുള്ള തിരക്കും കൂടും. ഏപ്രിൽ ആദ്യം ഗൾഫിലേക്ക് വിമാന ടിക്കറ്റ് ലഭ്യമല്ലാത്ത അവസ്ഥയാണ്. ന്യൂസ് ടുഡേ. യുവതി കുഞ്ഞിനെ എയർപോർട്ടിൽ മറന്നുവെച്ചു. ജിദ്ദയിലാണ് സംഭവം. ജിദ്ദയിൽ നിന്ന് കോലാലംപൂരിലേക്ക് കഴിഞ്ഞ ദിവസം പറന്ന വിമാനം അടിയന്തരമായി തിരിച്ചിറക്കിയാണ് പിന്നീട് കുഞ്ഞിനെ വീണ്ടെടുത്തത്. അടിയന്തര ആവശ്യമുണ്ടായാൽ വിമാനങ്ങൾ ടേക്ക് ഓഫ് ചെയ്ത എയർപോർട്ടിലേക്ക് തന്നെ തിരിച്ചിറക്കുകയോ മറ്റേതെങ്കിലും എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുകയോ പതിവാണ്. എന്നാൽ ജിദ്ദയിൽ നിന്ന് കോലാലംപൂരിലേക്ക് കഴിഞ്ഞ ദിവസം പറന്ന വിമാനം അടിയന്തരമായി തിരിച്ചിറക്കാനുണ്ടായ കാരണം കേട്ടാൽ അന്തം വിടും. കുഞ്ഞിനെ എയർപോർട്ടിൽ ഒരമ്മ മറന്നുവെച്ചു. തരിച്ചുപോയി കേട്ടവരും വിമാന ജീവനക്കാരും. വിമാന ജീവനക്കാർ ഉടൻ പൈലറ്റിനെ വിവരമറിയിച്ചു. ബോർഡിംഗ് ഏരിയയിൽ കുഞ്ഞിനെ മറന്നുവെച്ചുവെന്ന് സൗദി മാതാവ് തറപ്പിച്ചു പറഞ്ഞു. വിമാനം തിരിച്ചിറക്കാനുള്ള അനുമതിക്കായുള്ള പൈലറ്റിന്റെ അപേക്ഷ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. വിമാനം തിരിച്ചിറക്കുന്നതിന് ചില പ്രോട്ടോകോളുകളുണ്ട്. കുട്ടിയെ മറന്നുവെച്ച സംഭവം ഇതിൽ പെടുമോ എന്ന് കൺട്രോൾ ടവറിൽ ഇരിക്കുന്നവർക്ക് അറിയില്ല. തികച്ചും പുതിയ സംഭവം. പൈലറ്റിന്റെ നിരന്തര അഭ്യർത്ഥന മാനിച്ച് വിമാനം തിരിച്ചിറക്കി. മനുഷ്യത്വം കാണിച്ച SV-832 വിമാനത്തിന്റെ പൈലറ്റിനെ അനുമോദനം കൊണ്ട് മൂടുകയാണ് സോഷ്യൽ മീഡിയ. ന്യൂസ് ടുഡേ, ജിദ്ദ. സൗദി അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ ജനറൽ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. താഴ്വരകളിലും ജലാശയങ്ങൾക്ക് സമീപവുമുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴയ്ക്കും ഇടിമിന്നലോടുകൂടിയ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ ജനറൽ അതോറിറ്റിയാണ് മുന്നറിയിപ്പ് നൽകിയത്. തായിഫിലും മെയ്സാനിലും സമീപ പ്രദേശങ്ങളിലും മഴയും പൊടിക്കാറ്റും പ്രതീക്ഷിക്കുന്നു. അൽബാഹ മേഖലയിലും മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. നജ്റാനിലും കാറ്റ് ശക്തമാകും. താഴ്വരകളിലും ജലാശയങ്ങൾക്ക് സമീപവും ജാഗ്രത പുലർത്തണമെന്ന് നിർദ്ദേശത്തിൽ പറയുന്നു. ന്യൂസ് ടുഡേ, റിയാദ്.
വൈവിധ്യം മനുഷ്യപ്രകൃതമാണെന്നും വേറിട്ടു നിൽക്കാതെ എല്ലാ മതവിഭാഗങ്ങളും യോജിച്ച് മനുഷ്യനന്മക്കായി പ്രവർത്തിക്കണമെന്നും മുസ്ലിം വേൾഡ് ലീഗ് സെക്രട്ടറി ജനറൽ. ബ്രിട്ടീഷ് സർക്കാരിന്റെ പിന്തുണയോടെ ത്രിദിന വിൽഡൻ പാർക്ക് ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉൾക്കൊള്ളലിന്റെ അനിവാര്യതയായിരുന്നു ത്രിദിന വിൽഡൻ പാർക്ക് ഫോറത്തിന്റെ വിഷയം. മറ്റുള്ളവരെ കൂടി ഉൾക്കൊള്ളുന്ന തരത്തിൽ ചിന്തിക്കാനും വിദ്യാഭ്യാസം നേടാനും പറ്റുന്ന തരത്തിൽ പുതിയ തലമുറയെ വളർത്തിയെടുക്കണമെന്ന് മുസ്ലിം വേൾഡ് ലീഗ് സെക്രട്ടറി ജനറൽ മുഹമ്മദ് ബിൻ അബ്ദുൽ കരീം അൽ ഈസ പറഞ്ഞു. മത രാഷ്ട്രീയ നേതാക്കളും ബുദ്ധിജീവികളുമടക്കം നിരവധി പേർ ചർച്ചയിൽ പങ്കെടുത്തു. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നിങ്ങളെ എല്ലാവരെയും ഒറ്റ സമുദായമാക്കുമായിരുന്നുവെന്നും ഖുർആൻ സൂക്തങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ടുഡേ. KMCC മദീന കാലിക്കറ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗ് സ്ഥാപക ദിന സമ്മേളനം സംഘടിപ്പിച്ചു. പാണക്കാട് സെയ്ദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചരിത്രപരമായ കാരണത്താൽ പിന്നോക്കത്തിന്റെ ഭാണ്ഡം പേറിയ ഒരു സമൂഹത്തിന്റെ മുന്നിൽ അഭിമാനത്തോടെ അവകാശമുള്ള പൗരന്മാരായി ഇന്ത്യയിൽ ജീവിക്കുവാനും രാജ്യത്തിന്റെ പൊതുവായ പുരോഗതിയിൽ പങ്കാളിത്തം വഹിക്കുവാനും ഇന്ത്യയിലെ ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങളെ പ്രാപ്തമാക്കുന്നതിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് അവഗണിക്കാനാവാത്ത പങ്കുണ്ടെന്ന് സ്ഥാപക ദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. മദീന KMCC ഓഫീസിൽ നടന്ന ചടങ്ങിൽ സയ്യിദ് മുന്നിയൂർ പതാക ഉയർത്തി ജലീൽ കൊടുവള്ളി അധ്യക്ഷത വഹിച്ചു. ഷാഫി ചാലിയ മുഖ്യപ്രഭാഷണം നടത്തി. PM അബ്ദുൽ ഹഖ്, ഹംസ പെരിമ്പലം, ഷെരീഫ് കാസർഗോഡ്, ഗഫൂർ പട്ടാമ്പി എന്നിവർ സംബന്ധിച്ചു. പ്രവാസത്തോട് വിട പറയുന്ന അസ്ലം കണ്ണൂരിന് ഉപഹാരം നൽകുകയും മുസ്ലിം ലീഗ് സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് നടത്തിയ ക്വിസ് മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും ചടങ്ങിൽ നിർവഹിച്ചു. റഷീദ് പേരാമ്പ്ര സ്വാഗതവും സൈനുൽ ആബിദ് കൊടുവള്ളി നന്ദിയും പറഞ്ഞു. അഷ്റഫ് ഒമാനൂർ ഖിറാഅത്ത് നടത്തി. ന്യൂസ് ടുഡേ മദീന. പത്ത് വർഷം കാലാവധിയുള്ള ദീർഘകാല വിസയ്ക്കുള്ള അപേക്ഷകൾ UAE സ്വീകരിച്ചു തുടങ്ങി. വൻകിട നിക്ഷേപകർ, സംരംഭകർ, മികവുറ്റ ഗവേഷകർ എന്നീ വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് ഈ വിസ ലഭിക്കുക. സർക്കാർ വ്യവസ്ഥ ചെയ്യുന്ന മാനദണ്ഡങ്ങൾ പാലിക്കുന്ന നിശ്ചിത വിഭാഗത്തിൽപ്പെടുന്ന വിദേശികൾക്ക് ഈ വിസ അനുവദിക്കും. ഈ പദ്ധതിയുടെ അന്തിമ രൂപത്തിന് UAE മന്ത്രിസഭ തിങ്കളാഴ്ച അനുമതി നൽകി. വൻകിട നിക്ഷേപകർ, സംരംഭകർ, മികവുറ്റ ഗവേഷകർ എന്നീ വിഭാഗങ്ങളിൽപ്പെടുന്നവർക്കാണ് ഈ വിസ ലഭിക്കുക. പ്രതിഭകളുടെ ഇഷ്ടകേന്ദ്രമായി UAE തുടരുമെന്ന് വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പറഞ്ഞു. ഷെയ്ഖ് മുഹമ്മദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ ദേശീയ ബഹിരാകാശ പദ്ധതി 2030 അംഗീകാരം നൽകി. ബഹിരാകാശ ഗവേഷണ, ശാസ്ത്ര, നിർമ്മാണ, സേവന രംഗത്തെ വിവിധ പരിപാടികൾ ഉൾപ്പെടുന്നതാണ് ഈ പദ്ധതി. ന്യൂസ് ടുഡേ അബുദാബി. പാർട്ടി വർക്കിംഗ് ചെയർമാൻ PJ ജോസഫിനെ പൂർണ്ണമായും തഴഞ്ഞ് UDF. കേരള കോൺഗ്രസ് M സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് തോമസ് ചാഴിക്കാടനെയാണ് പാർട്ടി തീരുമാനിച്ചത്. അതേസമയം ഇക്കാര്യം പ്രവർത്തകരുടെ വികാരം മാനിച്ചാണെന്നും ജോസഫ് ഇക്കാര്യം ഉൾക്കൊള്ളുമെന്നും KM മാണി പറഞ്ഞു. ഒരു പകൽ മുഴുവൻ പാലായിലെ വസതിയിലും പിന്നീട് വൈകുന്നേരം രഹസ്യ കേന്ദ്രത്തിലും നടത്തിയ യോഗത്തിനു ശേഷമാണ് ഏറ്റുമാനൂർ മുൻ MLA കൂടിയായ തോമസ് ചാഴിക്കാടനെ കോട്ടയത്തെ UDF സ്ഥാനാർത്ഥിയായി പാർട്ടി പ്രഖ്യാപിച്ചത്. വാർത്താക്കുറിപ്പിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ പാർലമെന്റിലേക്ക് പോകണമെന്ന ആവശ്യം പരസ്യമായി ഉന്നയിച്ച ജോസഫിനെ പ്രതിരോധിക്കുന്നതിന് സഹായിച്ചത് കോട്ടയം ഉൾപ്പെടെയുള്ള മാണി ഗ്രൂപ്പ് ജില്ലാ ഘടകങ്ങളുടെ നിലപാടാണ്. ജോസഫിനെ സ്ഥാനാർത്ഥിയാക്കരുതെന്ന് ഇവർ പരസ്യമായി തന്നെ ആവശ്യപ്പെട്ടു. ജോസഫിനെ മത്സരിപ്പിക്കേണ്ട എന്ന് പാലായിൽ ചേർന്ന കേരള കോൺഗ്രസിന്റെ നേതൃയോഗവും തീരുമാനിച്ചിരുന്നു. ഞായറാഴ്ച ചേർന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിലും തുടർന്ന് നടന്ന സ്റ്റിയറിംഗ് കമ്മിറ്റിയിലും തീരുമാനമാകാതെ വന്നതിനെ തുടർന്ന് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ ചെയർമാൻ KM മാണിയെ ചുമതലപ്പെടുത്തുകയായിരുന്നു. ഇതോടെയാണ് കൂടിയാലോചനാ വേദി പാലായിലെ വസതിയിലേക്ക് മാറിയത്. സിറ്റിംഗ് MLA മാർ മത്സരിക്കേണ്ടെന്നും കഴിവുള്ളവർ വേറെ ധാരാളം പാർട്ടിയിലുണ്ടെന്നും കോട്ടയം ജില്ലാ നേതൃത്വം പരസ്യമായി വാദിച്ചു. ഇതോടെ ജോസഫ് വിഭാഗത്തിന്റെ വാദങ്ങൾക്ക് ശക്തി കുറഞ്ഞു. നിലവിലെ തീരുമാനം പ്രവർത്തകരുടെ വികാരം മാനിച്ചാണെന്നും ജോസഫ് ഉൾക്കൊള്ളുമെന്ന് കരുതുന്നതായും KM മാണി പ്രതികരിച്ചു. ന്യൂസ് ടുഡേ കോട്ടയം.
പൊന്നാനി മണ്ഡലത്തിൽ മൂന്നാം തവണയും ജനവിധി തേടുന്ന ഇ.ടി. മുഹമ്മദ് ബഷീറിന് തിരൂരിൽ UDF പ്രവർത്തകരുടെ ആവേശോജ്വലമായ വരവേൽപ്പ്. ആയിരക്കണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടെയാണ് ഇ.ടിയെ വരവേറ്റത്. പൊന്നാനിയിൽ ജനവിധി തേടുന്ന ഇ.ടി. മുഹമ്മദ് ബഷീറിന് ആയിരക്കണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടെയാണ് സ്വീകരണം ഒരുക്കിയത്. ഇത് മൂന്നാം തവണയാണ് ഇ.ടി. പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിൽ ജനവിധി തേടുന്നത്. ഇതിനു മുമ്പും പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിൽപ്പെട്ട തിരൂർ അസംബ്ലി മണ്ഡലത്തിലേക്ക് 4 തവണ മത്സരിച്ചിട്ടുണ്ട്. 28 വർഷമായി ഈ പ്രദേശത്ത് രാഷ്ട്രീയ രംഗത്ത് നിറസാന്നിധ്യമായ ഇ.ടി. ഒരു തവണ മാത്രമാണ് പരാജയം ഏറ്റുവാങ്ങിയത്. 2006 നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി P.P. അബ്ദുള്ളക്കുട്ടിയുമായുള്ള മത്സരത്തിലാണ് ഇ.ടി. പരാജയപ്പെട്ടത്. 2 തവണ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായി തിരൂരിൽ നിന്നാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. പൊന്നാനിയിൽ സുപരിചിതനായ ഇ.ടി. മുഹമ്മദ് ബഷീർ ചിരകാല ബന്ധങ്ങളും സൗഹൃദങ്ങളും തന്നെ വിജയത്തിലേക്ക് നയിക്കുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് ഇത്തവണ വീണ്ടും മത്സര രംഗത്തേക്ക് ഇറങ്ങുന്നത്. തിരൂർ താഴെപ്പാലത്തു നിന്നും ആരംഭിച്ച സ്വീകരണം നഗരം ചുറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് അവസാനിച്ചു. MLA മമ്മൂട്ടി, അബ്ദുറഹ്മാൻ, വെട്ടം മാലിക്കോയ, കുറുക്കോളി മൊയ്തീൻ, അഡ്വക്കേറ്റ് പത്മകുമാർ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ടുഡേ, മലപ്പുറം. പരിക്കൻ തൊലിയുള്ള പൈനാപ്പിൾ എങ്ങനെ വേഗത്തിൽ മുറിച്ചു തിന്നാമെന്നതിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പല വീഡിയോകളും പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒരു പൈനാപ്പിൾ തീറ്റ രീതിയാണ് ഇപ്പോൾ ട്വിറ്ററിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. കൈവഴക്കം ആവശ്യമില്ലാതെ തീർത്തും വ്യത്യസ്തമായ ഒന്നാണ് ഇപ്പോൾ ട്വിറ്ററിൽ വൈറലായ പൈനാപ്പിൾ തീറ്റ രീതി. 2 ദിവസം മുമ്പ് സ്വീഡിഷ് ഇറാനിയനായ ഡെന്നിസ് നഗിസാദെ എന്ന യുവാവാണ് ട്വിറ്ററിൽ പുതിയൊരു പൈനാപ്പിൾ തീറ്റ വീഡിയോ പോസ്റ്റ് ചെയ്തത്. ഇതുകണ്ട് ട്വിറ്ററിലുള്ളവരെല്ലാം മൂക്കത്ത് വിരൽ വെച്ചു. ഇത്ര സിമ്പിൾ ആയിരുന്നോ എന്ന് ആശ്ചര്യപ്പെട്ടു. 3 ദിവസത്തിനിടെ 2 കോടിയോളം പേരാണ് ഈ വീഡിയോ കണ്ടത്. പിസയ്ക്ക് ടോപ്പിംഗായി പൈനാപ്പിൾ കഷ്ണങ്ങൾ ഉപയോഗിക്കുന്നതിനെ ചൊല്ലി സമൂഹ മാധ്യമങ്ങളിൽ ലോകത്തൊട്ടാകെ വലിയൊരു ചർച്ച തന്നെ വർഷങ്ങളായി നടന്നു വരുന്നുണ്ട്. പൈനാപ്പിൾ ടോപ്പിംഗിനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും എന്ന 2 ചേരികൾ ഇപ്പോഴും ശക്തമാണ്. ഇവർക്കിടയിലേക്കാണ് ടോപ്പിംഗും അലങ്കാരങ്ങളും ഒന്നുമില്ലാതെ സിമ്പിളായി പൈനാപ്പിൾ കൈകൊണ്ട് മുറിച്ചു തിന്നുന്ന വീഡിയോ വന്നു വീണിരിക്കുന്നത്. ന്യൂസ് ടുഡേ ഇന്റർനാഷണൽ.